ഹായ് ഹലോ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരമേ. കുറേ കാലത്തിന് ശേഷം ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോയ്ക്കുള്ളിലേക്ക് കിടക്കാം. ഇന്ന് രാവിലെ മോൾക്ക് സ്കൂളുള്ളത് തന്നെ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പത്തിരിക്കുള്ള പൊടിയൊക്കെ ഞാൻ കുഴച്ച് വെച്ച് എൻ്റെ ബാക്കിയിൽ ഞാൻ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടോ. അതിന് ശേഷം ഞാൻ കറി വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പട്ടാണിയായിരുന്നു കേട്ടോ ഉള്ളത്. ഞാനത് കുക്കറിൽ വെച്ചിട്ട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി കഴുകണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരമില്ല എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു വണ്ടിയുടെ മാറ്റ് മാത്രം കഴുകിയിടുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനോർക്ക് സങ്കടം വന്നിട്ട് മാറ്റ് കഴുകിയിടാൻ പോയതാണ്. ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അത്രയും മഴയായതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ എത്ര കഴുകിയാലും ചെളിയിലേക്കാണ്. എന്നിരുന്നാൽ കൂടി എനിക്ക് നേരം കിട്ടുമ്പോഴൊക്കെ ഞാൻ കഴുകലുണ്ട് കേട്ടോ. എനിക്ക് നല്ല ജലദോഷവും കഫക്കെട്ടും ഉണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ 2 മാറ്റും ബാക്കിലത്തെ 2 മാറ്റും പിന്നെ സീറ്റും ഒന്ന് തുടച്ചിട്ടു. പിന്നെ വലിയ മാറ്റ് അവിടെ വെറുതെ അങ്ങനെ കൈ കൊണ്ട് തന്നെ ഉരച്ച് കഴുകുകയാണ് കേട്ടോ. കഴുകി ഞാൻ അവിടെ ഇട്ടതാണ്. അതിനുശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ട് കട്ടൻ ചായ കുടിക്കുകയാണ്. ഇതെനിക്ക് നേരം കിട്ടിയാൽ ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ നിന്നാണേ കട്ടൻ ചായ കുടിക്കൽ. ഇരുന്ന് കുടിക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ ഗ്യാസിനൊക്കെ വില ആയതുകൊണ്ടും കിട്ടാത്തതുകൊണ്ടും തന്നെ ഞങ്ങൾ പത്തിരി കുറേ ചുടണ്ടുകൊണ്ട് അടുപ്പിൽ വലിയ കല്ലുണ്ട്, അത് വെച്ചിട്ട് പുറത്താണ് വെക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് കറിയൊക്കെ ആക്കാൻ തിരക്കായതുകൊണ്ട് ഞാൻ കറി വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതൊക്കെ എടുത്ത് മോളെയൊക്കെ കുളിപ്പിച്ച് മാറ്റി എല്ലാം ചെയ്ത് ഞങ്ങൾ മുറ്റത്തിരിക്കുകയാണ് കേട്ടോ. വണ്ടി വരുമ്പോൾ 9:15 എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുറ്റത്ത് 3 ആളും കൂടെ പോയിരിക്കുകയാണ്. മോളപ്പോൾ പറഞ്ഞ അമ്മ എൻ്റെ ഒരു വീഡിയോ എടുക്കുമോ, ഞാൻ സ്കൂളിൽ പോകുന്ന ഒരു വീഡിയോ എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതെടുത്താണ് കേട്ടോ. പത്തിരി കിഴിച്ച അടുപ്പിൽ തന്നെ ഞാൻ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അരീൻ്റെ വെള്ളവും തീയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓർത്തു മോന് വിശന്ന് കരയല്ലോ എന്ന് ഓർത്തിട്ട് അവന് അമൃതം പൊടി കാച്ചിയതാണ്. അപ്പം മൂപ്പർക്ക് ഇങ്ങനെ ഇരുന്നൊന്നും കുടിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ബക്കറ്റിനകത്ത് വെള്ളം നിറച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ മുറ്റത്തൂടെ കൊണ്ട് നടന്നാട്ടോ ഞാൻ തീറ്റൽ അമൃതം പൊടിയൊക്കെ കൊടുക്കൽ. അപ്പോഴത്തേക്ക് അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പൂള കൊണ്ടുവന്നപ്പോൾ പൂള അമ്മ വേവിച്ച് വെച്ചു. പിന്നെ ഇത് ഏട്ട മുളകിട്ടതാണ് കേട്ടോ. ഏട്ട മുളകിട്ടത് ഞാൻ കൂട്ടൂലേ, നമുക്ക് ഇന്ന് മീൻ കിട്ടിയത് ഞണ്ടാണ് കേട്ടോ. അപ്പോൾ അമ്മ അതൊരു മുളക് കറി പോലെ വെച്ചതാണ്. പിന്നെ ചോറൊക്കെ അതിനിടയ്ക്ക് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏട്ടക്കറി കൂട്ടാത്തതുകൊണ്ട് തന്നെ ഞാനത് പച്ചമുളകും ചമ്മന്തിയും കൂടെ ചതുക്കിയിട്ട് അത് കൂട്ടിയിട്ടാണ് പുള തിന്നത്. പിന്നെ ഞാൻ പയർ മുറിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തോരൻ വെക്കാൻ, അതും വെച്ചു. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് മെഷീനിലിട്ട് കൊടുത്തു. പിന്നെ കൈ തിരുമ്പാൻ ഒരു 3 ബക്കറ്റ് തുണി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കൈ തിരുമ്പാൻ കല്ലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇതിവിടെ മല പോലെ കൂട്ടിയിട്ടിരിക്കുന്നത് കൈക്കല വെച്ചാൽ തുടയ്ക്കാനും ഇതിനൊക്കെ എടുക്കണം, അങ്ങനത്തെ തുണിയാണ്. തുണിയൊക്കെ കഴുകി കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാനത് മേലെ തോരാനിടാൻ കൊണ്ടുപോയതാണ്. താഴെ ഇട്ടാൽ പിന്നെ എപ്പോഴും എടുക്കണ്ടേന്ന് ഓർത്ത് വാർപ്പിൻ്റെ മേലെ കൊണ്ടിടാനാണ് ഞങ്ങൾ പതിവ് കേട്ടോ. മഴക്കാലത്ത് മേലേക്ക് കയറിപ്പോയതാണ് കേട്ടോ. കുറച്ച് മുന്നേ വന്നിട്ട് ഞാൻ കുറേ തുണി എടുത്ത് പോയതാണ്, ഉണങ്ങിയത്. ഇതിപ്പോൾ രണ്ടാമത് ഇടാൻ കയറിയതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് മോൻ ഉറങ്ങി എണീച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് കുറച്ച് തുണി തോരാനിട്ടിട്ട് ബാക്കി പിന്നെ ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.